ബീഫ് കഴിച്ചുവെന്ന് ആരോപിച്ച് ഹരിയാനയിൽ ഗോരക്ഷാ പ്രവർത്തകർ ക്രൂരമായി പീഡിപ്പിച്ച മുസ്ലിം പെൺകുട്ടികളിൽ ഒരാളുടെ നില അതീവ ഗുരുതരമായി. ആന്തരിക അവയവങ്ങൾ ഭാഗികമായി തകർന്ന പെൺകുട്ടിയുടെ കുടുംബത്തിന് ഗോരക്ഷാ സംഘത്തിന്റെ വധഭീഷണിയുമുണ്ടായി. ബീഫ് കഴിച്ചതിന്റെ ശിക്ഷയെന്ന് പറഞ്ഞാണ് തന്നെയും സഹോദരിയെയും സംഘം മാനഭംഗപ്പെടുത്തിയതെന്ന് പെൺകുട്ടികളിൽ ഒരാൾ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. രാജ്യത്തെ നാണം കെടുത്തുന്ന സംഭവം അരങ്ങേറിയിട്ടും തെളിവ് ശേഖരണത്തിന് പോലും പോലീസ് തയ്യാറായിട്ടില്ല. രാജ്യം ഇന്ന് എവിടെയാണെന്ന് തെളിയിക്കുകയാണ് ഹരിയാനയിലെ മെവാത്ത് ഗ്രാമം. ബീഫ് കഴിച്ചുവെന്നാരോപിച്ച് ഹരിയാനയിൽ ഗോരക്ഷാ പ്രവർത്തകർ ശിക്ഷ നടപ്പാക്കിയത് കുടുംബത്തിലെ 2 പെൺകുട്ടികളെയും ക്രൂര ബലാത്സംഗം ചെയ്താണ്. ആഗസ്റ്റ് 25-ന് അർദ്ധരാത്രി വീട്ടിലെത്തിയ 10 അംഗ ഗോരക്ഷാ പ്രവർത്തകരാണ് ഈ നരഹത്യ നടത്തിയത്. तो यहाँ पर रात को 12 बजे के बाद में कुछ दरिंदे आते हैं. उन लोगों ने जो है 2 आदमियों को तो यहाँ पर ही मर्डर कर दिया उनका. ഹരിയാനയിലെ 61% വരുന്ന മുസ്ലിം ജനതയും താമസിക്കുന്ന ഇടം കൂടിയാണ് മെവാത്ത്. ബിരിയാണിയുടെ പാചക രുചിയാണ് ഹരിയാനയിലെ മെവാത്ത് ഗ്രാമം മുഴുവൻ. അത്തരത്തിലൊരു വീടായിരുന്നു ഇത്. ഈ വീട്ടിലെ 14ഉം 20ഉം വയസ്സ് പ്രായമുള്ള 2 പെൺകുട്ടികളെയാണ് ബീഫ് കഴിച്ചുവെന്ന് ആരോപിച്ച് ഗോരക്ഷാ പ്രവർത്തകർ ക്രൂരമായി പീഡിപ്പിച്ചത്. ഇപ്പോൾ ഈ വീട് അടച്ചിട്ടിരിക്കുന്നു. മാനസികമായി തകർന്ന 2 പെൺകുട്ടികളും ചികിത്സയിലാണ്. എതിർത്ത 2 ബന്ധുക്കളെയും ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തി. ഇതിൽ 14 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ആന്തരിക അവയവങ്ങൾ ഭാഗികമായി തകർന്ന പെൺകുട്ടിയുടെ കുടുംബത്തിന് ഗോരക്ഷാ സംഘത്തിന്റെ വധഭീഷണിയുമുണ്ടായി. ഇതിനെ തുടർന്ന് ഗ്രാമം വിട്ട് മറ്റൊരിടത്ത് രക്ഷ തേടിയിരിക്കുകയാണ് കുടുംബം. ബീഫ് കഴിച്ചതിന്റെ ശിക്ഷയെന്ന് പറഞ്ഞായിരുന്നു ആക്രമണമെന്ന് പെൺകുട്ടികളിൽ ഒരാൾ വ്യക്തമാക്കി. गाय खाते मीट खाते हो? हमने कहा नहीं न खाते हो. 2-3 बार नो पूछी तिरुपति कहाँ है, कब आएगा. मैंने कहा हमारा बकरीद पाएगा, मोल ले लो. ചെവിക്ക് താഴെ മർദ്ദനമേറ്റ പെൺകുട്ടിയുടെ പിതാവ് പാതി തളർന്ന് കിടപ്പിലായി. എന്നാൽ ഇതുവരെ തെളിവ് ശേഖരണം നടത്താൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. പ്രതികരണം ആരാഞ്ഞപ്പോൾ മറുപടി നൽകാൻ ഇതത്ര വലിയ വിഷയമല്ലെന്നായിരുന്നു മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറിന്റെ പ്രതികരണം. ലോക ജനതയ്ക്ക് മുന്നിൽ രാജ്യത്തെ ലജ്ജിപ്പിക്കുന്ന ഈ സംഭവം മറ്റു സ്ഥലങ്ങളിലേക്കെങ്കിലും ഉണ്ടാകുന്നതിന് മുമ്പ് തടയേണ്ടിയിരിക്കുന്നു. ക്യാമറാമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം ഹരിയാനയിലെ മെവാത്തിൽ നിന്നും മനുശങ്കർ. തൃശൂർ മുള്ളൂർക്കരയിൽ മധ്യവയസ്കയെ പീഡിപ്പിച്ചതായി പരാതി. 58 വയസ്സുകാരിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ 2 പേർ പോലീസ് കസ്റ്റഡിയിലായി. നാരായണൻ, ഉമ്മർ എന്നിവരാണ് പോലീസ് പിടിയിലായത്.